ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പെസഹ തിരുനാളാണ്. ഈശോനാഥൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ഓർമ്മയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നതാണ്. ദിവ്യകാരുണ്യം എന്നാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ ഓരോരുത്തരും വിളിക്കാറുള്ളത്. ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ ജോൺ ക്രിസോസ്തോം പറയുന്നുണ്ട്, ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ എണ്ണമറ്റ വിധ മാലാഖമാർ ദേവാലയത്തിൽ വരുന്നുവെന്ന്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളും ഇതുപോലെ തന്നെയാണ്. ഒരു പുരോഹിതന് ബലിയർപ്പിക്കുന്ന സമയം അവന് ചുറ്റും ഒട്ടനവധി മാലാഖമാർ അവനെ സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. ജോൺ മരിയ വിയാനി പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയെ നാം ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളൊക്കെ ആനന്ദം കൊണ്ട് മരിക്കുമായിരുന്നുവെന്ന്. വിശുദ്ധ തോമസ് അക്വീനാസ് വീണ്ടും പറഞ്ഞു വെക്കുന്നുണ്ട്, ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ അത്ര തന്നെ മൂല്യമുണ്ട് ഒരു ബലിയർപ്പണത്തിന്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെ മുഴുവനുമായി നൽകുന്നുണ്ട്. മറ്റു കുദാശകളിലൊക്കെ ഈശോയുടെ സാന്നിധ്യമുണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവമായ സാന്നിധ്യം തൻ്റെ ശരീരവും രക്തവും നമുക്ക് പൂർണ്ണമായിട്ട് നൽകുന്നത് വിശുദ്ധ കുർബാനയിൽ മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രത്തോളം വില കൊടുത്ത് എനിക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് ബലിയായി തീർന്ന ആ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ ബലിക്ക് വേണ്ടി ഞാൻ എത്രത്തോളം വില കൊടുക്കുന്നുണ്ട്? വില കൊടുത്തിട്ട് വേണം പരിശുദ്ധ ബലിയിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കാനായിട്ട്. നമ്മുടേതായ തിക്കും തിരക്കുകളൊക്കെ നമ്മൾക്കുണ്ട്. പക്ഷേ ആ തിരക്കൊക്കെ മാറ്റിവെച്ച് അതിനേക്കാളും വില കൊടുത്ത് എനിക്ക് വിശുദ്ധ കുർബാനയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയെ ഒഴിവാക്കാനായിട്ട്. പലരോടും ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് എത്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ന്യായവാദങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. മനസ്സിലാക്കണം, നമ്മളെക്കാളും വില നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ആ വില കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് എത്താനൊക്കെ ആയിട്ട് നമ്മൾ മടി കാണിക്കുന്നത്, അല്ലെങ്കിൽ നേരം വൈകി വരുന്നത്. വിശുദ്ധ കുർബാനയെ അല്പം കൂടി ആഴത്തിൽ തിരിച്ചറിയണം. വില കൊടുത്തിട്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതുപോലെ തന്നെ നമ്മളും വില കൊടുത്തു വേണം ആ ബലിയിൽ പങ്കെടുക്കാനായിട്ട്. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം തിരിച്ചറിയുക. ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു കുറവ് അനുഭവപ്പെടണം. നമ്മുടെ ഓരോരുത്തരുടെയും ദിവസത്തിൻ്റെ ആരംഭം പരിശുദ്ധ കുർബാനയിൽ നിന്നാകണം. പരിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സ്വീകരിച്ച് വേണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ അനുദിന പ്രവൃത്തികൾ ആരംഭിക്കാനായിട്ട്. ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം, ഞാൻ എങ്ങനെയാണ് എൻ്റെ വിശുദ്ധ ബലി അർപ്പണം പൂർത്തിയാക്കുന്നത്? ആരുടെയൊക്കെയോ നിർബന്ധം മൂലമാണോ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്? ഓരോ വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കും. ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒത്തിരി കുറവുകളൊക്കെ നമുക്കുണ്ട്. പക്ഷേ ആ കുറവിനൊക്കെ മറികടക്കുന്നതാണ് ഈശോയുടെ കാരുണ്യം എന്ന് പറയുന്നത്. അതൊന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് താല്പര്യത്തോടെ, ഇഷ്ടത്തോടുകൂടി വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ, വിശുദ്ധ ബലിയിലെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ആ വിശുദ്ധ ബലി അല്പം കൂടി ഒന്ന് സജീവമാകട്ടെ. നമുക്ക് ഓരോ ബലി അർപ്പണം കഴിയുമ്പോഴും എൻ്റെ ജീവിതത്തിൽ കാതലായ മാറ്റം വരണം. ഒരു വിശുദ്ധ കുർബാനയായിട്ട് എനിക്ക് തീരണമെന്നൊരു തീവ്രമായ ഒരു ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. വിശുദ്ധ കുർബാന അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും വിശുദ്ധ ബലിയെ സംബന്ധിക്കാമെന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ഇന്നേ ദിവസം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.